പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഈ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ പക്ക ഉഡായിപ്പ് ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന ലോക പ്രശസ്ത WWE ഷോസൊക്കെ നടന്നിട്ടുള്ള ഒരു അറീനയിലേക്ക് സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഷോ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട്. കൂടാതെ സമ്മർ സ്ലാമിന് 2 ആഴ്ച മുൻപാണ് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, റെസ്ലേഴ്സിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെയുള്ള മത്സര റിസൾട്ടുകളാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് അമേരിക്കയിലെ പ്രശസ്തമായ NBA എന്ന് പറയുന്ന ആ ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സിന്, അവിടുത്തെ സെലിബ്രിറ്റി ആയിട്ടുള്ള പ്ലെയേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഷോ, ഒരു തട്ടിക്കൂട്ട് ഷോ അവർക്ക് വേണ്ടി നടത്തിയതുപോലെയാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ അമേരിക്കൻ ഓഡിയൻസിന് ഇത് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കാം, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്താൻ സാധിച്ചേക്കാം, അവർക്ക് എൻ്റർടൈനിങ് ആയിരിക്കാം. പക്ഷേ ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ സംബന്ധിച്ച് റെസ്ലിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഇതൊരു ഫുൾ ഉഡായിപ്പ് ഷോ ആയിട്ട് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഷോ ആരംഭം കുറിക്കുന്നത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ബ്രീ ബെല്ല, പേജ് തുടങ്ങിയവരുടെ ടീം ഫേറ്റൽ ഇൻഫ്ലുവൻസിലെ ലൈൻലി റൈഡ്, ഫെലോൺ ഹെൻലി തുടങ്ങിയവർക്കെതിരെയാണ് ഡിഫെൻഡ് ചെയ്തത്. നല്ലൊരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഷോയിലേക്ക് ഏക ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ട് കൺഫേം ചെയ്തതും ഈ ഒരു വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അതിലൊരു ടൈറ്റിൽ ചേഞ്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ആ രീതിയിലേക്കുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചു. പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാരായിട്ട് ഫേറ്റൽ ഇൻഫ്ലുവൻസിൻ്റെ ടീം വിജയിക്കുന്നു. ഈ മത്സരത്തിൽ JC Jayൻ്റെ ഇടപെടൽ തന്നെയാണ് ഇവർക്ക് വിജയം നേടിയെടുക്കാനുള്ളൊരു മെയിൻ പാർട്ടായിട്ട് കാണാൻ സാധിച്ചത്. രണ്ടാമതായി നടന്നിട്ടുണ്ടായിരുന്നത് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരമായിരുന്നു. JD മെക്ഡോണയും ഡെൻ ഹൗസനും തമ്മിലുള്ള ഒരു മത്സരം. ഈ മത്സരം ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കിയിട്ട് ചേഞ്ച് ചെയ്തത് ആ ഒരു സമയത്ത് പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെലിബ്രിറ്റിയെ ഈ JD മെക്ഡോണയ്ക്കെതിരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോ ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കിയത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു സെലിബ്രിറ്റിയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. ബാസ്കറ്റ് ബോൾ പ്ലെയറിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആ താരം വന്ന് ഡൊമിനിക് മിസ്റ്റീരിയോ ടേബിളിലേക്ക് ചോക്ക് സ്ലാമ്പ് ചെയ്യുന്നു. JD മെക്ഡോണയ്ക്കും ഒരു കിടിലൻ ചോക്ക് സ്ലാമ്പ് കൊടുക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഡെൻ ഹൗസൻ പിൻഫോളിലൂടെ വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് ഈ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷനിൽ കാണാൻ സാധിച്ചത്. മിനി ഹൗസൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ബെയ്ലി വേഴ്സസ് ലൈറ വൽക്കീരിയ തമ്മിലുള്ള മത്സരമായിരുന്നു. പുതിയൊരു ലുക്കിൽ പുതിയൊരു എൻട്രൻസ് ഒക്കെയാണ് ലൈറ വൽക്കീരിയയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്കാണ് മത്സരം പോയത്. അതായത് ബെയ്ലിയുടെ ഒരു എൽബോ അത് നേരെ ഡയറക്റ്റ് ലൈറ വൽക്കീരിയയുടെ മൂക്കിൽ കൊണ്ട് ബ്ലഡ് വരുന്നതും തുടർന്ന് കുറച്ച് മിനിറ്റുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ കിക്കുകളും പഞ്ചുകളും ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതും അവസാനം അത് ആ ചോര വരുന്നതൊക്കെ അവർ ഇങ്ങനെ മുഖത്ത് ടവലൊക്കെ ഉപയോഗിച്ച് തുടച്ച് നീക്കി പിന്നീട് അവസാനം അവർ പ്ലാൻ ചെയ്ത രീതിയിലേക്ക് മത്സരം കൊണ്ടുവരുന്നു. ഈ സബ്മിഷനിലൂടെ ചോക്കൗട്ട് ചെയ്ത് ബെയ്ലിയെ ലൈറ വൽക്കീരിയ പരാജയപ്പെടുത്തുന്നതുമാണ് മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത്. മത്സരശേഷവും ബെയ്ലിയെ ലൈറ വൽക്കീരിയ ആക്രമിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റോറി ഇനിയും മുന്നോട്ടേക്ക് പോകും. പക്ഷേ ഈ മൂക്ക് പൊട്ടി ചോര വന്ന ലൈറ വൽക്കീരിയയുടെ ഇഞ്ചുറി എങ്ങനെ സീരിയസ് ആണോ എന്നുള്ളതിന് അനുസരിച്ചിരിക്കും ഇവരുടെ സ്റ്റോറിയുടെ ഇനിയുള്ള ഭാവി. സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയുടെ മെയിൻ ഇവൻറ്റിലെ റെസ്ലിംഗ് മാച്ചായി നമുക്ക് കാണാൻ സാധിച്ചത് ടാഗ് ടീം മത്സരമായിരുന്നു. കോഡി റോഡ്സ്, CM പങ്ക് തുടങ്ങിയവരുടെ ടീം ഗുന്തർ, സാമി സെയിൻ തുടങ്ങിയവർക്കെതിരെ കളിച്ച ടാഗ് ടീം മത്സരത്തിൽ ഗുന്തർ, സാമി സെയിൻ തുടങ്ങിയവരുടെ ടീം വിജയിക്കുകയാണെങ്കിൽ സമ്മർ സ്ലാമിൽ അവരുടെ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം ഫേറ്റൽ ഫോർവേ ആക്കി മാറ്റുമെന്നുള്ളതായിരുന്നു ഈ ടാഗ് ടീം മത്സരത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റിപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഗുന്തർ, സാമി സെയിൻ തുടങ്ങിയവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതോ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ കാരണം ഈ ടീം പിരിഞ്ഞു പോകുന്നതും അതിലൂടെ ടീം പരാജയപ്പെടുന്നതുമിലേക്കാണോ നയിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ മത്സരം സ്റ്റാർട്ട് ടു എൻഡ് വരെ ഈ ടീമിനിടയിൽ വലിയ പ്രശ്നങ്ങളെന്നുള്ളതുപോലെ അവർ കാണിച്ചിട്ടില്ല. ഗന്ധറിനെ പിൻ ചെയ്തിട്ടാണ് ഈ കോഡി റോഡ്സ്, CM പങ്ക് തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. കൂടാതെ മത്സരത്തിൻ്റെ അവസാനം സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസിൻ്റെ ഇൻവോൾവ്മെൻറ്റും നമുക്ക് കാണാൻ സാധിച്ചു. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു എൻഡിങ് ആണെങ്കിൽ പോലും നല്ലൊരു മത്സരമായിരുന്നു. നല്ല ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. കൂടാതെ ഈ റഫറി അൺകോൺഷ്യസ് ആകുന്നതും പിന്നീട് പുതിയൊരു റഫറി വരുന്ന സമയത്താണ് ഈ റഫറിയുടെ കാല് പിടിച്ച് നിക് ഓൾഡിസ് വലിച്ച് താഴത്തേക്ക് ഇടുന്നത്. നിക് ഓൾഡിസ് എന്നിട്ട് ടൈറ്റിൽ എടുത്ത് ഗുന്തറിനെ അടിക്കുന്നു. അതിലൂടെ
ഈ ഒരു അവസരം മുതലെടുത്ത് കോഡി റോഡ്സ്, CM പങ്ക് തുടങ്ങിയവരുടെ ടീം വിജയം നേടിയെടുക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ല മാച്ചായിരുന്നു, നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു, നല്ലൊരു എൻഡിങ്ങും അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിക്ക് ഓൾഡിസ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മത്സരം സമ്മർ സ്ലാമിൽ നടക്കുമെന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ CM പങ്ക്, കോഡി റോഡ്സ് തുടങ്ങിയവർക്കിടയിൽ ഒരു പ്രശ്നമുള്ളതുപോലെ അവർ ഈ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻറ്റിൽ കാണിച്ചിട്ടില്ല. ഇത് രണ്ടുപേരെയും ഫേസ് ആക്കിയിട്ട് അവർ ഈ സമ്മർ സ്ലാമിലേക്ക് കൊണ്ടുപോയാൽ ടിക്കറ്റിൽ വലിയൊരു സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്സിൽ നടത്തിയാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു അഭിപ്രായം കൂടിയും ഉണ്ട്. ഈ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയുടെ ക്ലോസിംഗ് സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റീൻസ്, ഈ വർഷത്തെ ബാസ്കറ്റ്ബോൾ വിജയിച്ച NBA ടീമിലെ അംഗം, അവരുടെ ക്യാപ്റ്റൻ, ആ ഫൈനൽ മത്സരത്തിലെ MVP, ആ ബാസ്കറ്റ്ബോൾ പ്ലെയറെ എക്നോളജ് ചെയ്യുന്ന, അദ്ദേഹത്തിനൊപ്പം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പൊക്കെ ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സെഗ്മെൻറ്റിൽ സെത്ത് റോളിൻസിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. സെത്തിനെ പ്രതീക്ഷിച്ച നമുക്ക് മറ്റൊരു NBA പ്ലെയറെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പിറകിലൂടെ വന്ന സെത്ത് റോമൻ റീൻസിനെ ആക്രമിക്കുന്നു. കർബ് സ്റ്റോം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് റോമൻ്റെ കൂടെ വന്ന ബാസ്കറ്റ്ബോൾ പ്ലെയർ വട്ടം കയറി നിൽക്കുന്നു. ഈ അവസരത്തിൽ റോമൻ റീൻസ് സൂപ്പർമാൻ പഞ്ചും സ്പിയറും കൊടുത്ത് സെത്തിനെ ആക്രമിക്കുന്നു. അതിനുശേഷം നമ്മൾ എല്ലാ ഷോസിലും കാണുന്ന പോലെ ഈ ബാസ്കറ്റ്ബോൾ പ്ലെയറുമൊത്ത് റോമൻ റീൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ഷോ അവസാനിക്കുന്നു. ഈ ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സിന് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല. റേറ്റിംഗ്സ് ഉയർത്താനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡിന് ചിലപ്പോൾ കുറച്ച് ലക്ഷങ്ങൾ കൂടിയേക്കാം. അതിനുശേഷം വരുന്ന വീക്ക്ലി എപ്പിസോഡ്സിനോ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിനോ ഈ ഒരു വ്യൂവർഷിപ്പ് വർധനവ് ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം റെസ്ലിംഗ് ഫാൻസിന് വേണ്ടത് റെസ്ലിംഗ് ആണ്, അതിനോട് അനുബന്ധിച്ചുള്ള സ്റ്റോറി ലൈനുകളാണ്. ഈ സെലിബ്രിറ്റീസിൻ്റെ ഇൻവോൾവ്മെൻ്റ് അല്ല. ഇത് ട്രിപ്പിൾ എച്ച് മുൻപേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പാഠങ്ങളാണ്. അതായത് ട്രാവിസ് സ്കോട്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജോൺസണയുടെ ഹീൽ ടേണൊക്കെ പ്ലാൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പിന്നീട് അതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ട്രാവിസ് സ്കോട്ടിന് വരാൻ സാധിക്കില്ല, അദ്ദേഹത്തിനാണെങ്കിൽ ഈ ക്രിയേറ്റീവായിട്ട് സഹകരിച്ച് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും സെലിബ്രിറ്റീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്റ്റോറി ലൈനുകളിൽ, അതും സമ്മർ സ്ലാമിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ മെയിൻ ഇവൻറ്റ് സാധ്യത കൂടുതലുള്ള റോമൻ സെത്ത് സ്റ്റോറി ലൈനിൽ തന്നെ ഇവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇവർക്കും പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ ഈ കമ്പനി അധികം കാലം മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ട്രിപ്പിൾ എച്ചിന് മാത്രം അത് മനസ്സിലാകുന്നില്ല. ഇനി ട്രിപ്പിൾ എച്ചിനെ മുന്നിൽ നിർത്തി TKO അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ കഴുത്തിൽ കത്തി വെപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് അറിയില്ല. എന്തായാലും ഇതൊരു തട്ടിക്കൂട്ട് ഫുൾ ഉഡായിപ്പ് ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.